കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും ജീവിതകാലം മുഴുവൻ സന്തോഷത്തിന്റെ അനുഭവം നിലനിൽക്കാൻ പരിശുദ്ധ അമ്മയും വിശുദ്ധ സെബസ്ത്യാനോസും ദൈവസന്നിധിയിലായിരുന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും ഇനി നമ്മൾ കുടിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനാളിന്റെ ആഘോഷ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പൊ നാളെ നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം കുർബാന, ഇതുവരെ നമുക്ക് 6 മണിക്കായിരുന്നു കുർബാന. നാളത്തെ കുർബാന 5:30 വൈകുന്നേരം 5:30 കുർബാന കഴിഞ്ഞ് കൃത്യം 7 മണിക്ക് നമ്മളുടെ ഇടവകയിലെ യുവജന മക്കളും അവരുടെ അഭ്യർത്ഥന മാനിച്ച് സാമ്പത്തികമായിട്ട് അവരോട് സഹകരിച്ച് അവരോരോരുത്തരും ചേർന്ന് നടത്തപ്പെടുന്ന മ്യൂസിക്കൽ ബ്ലാസ്റ്റ്. അപ്പൊ അത് നമ്മൾ 7 മണി തൊട്ട് 10 മണി വരെയുള്ള സമയത്തായിട്ട് നടക്കുകയാണ്. ഇന്നലത്തെ നമ്മളുടെ പിതാവ് സൂചിപ്പിച്ചു, ഭക്ഷണ കാര്യങ്ങളും നമ്മുടെ കൂട്ടായ്മയും എല്ലാം വളരെ മനോഹരമായി നടന്നു. ഒരു അസ്വസ്ഥതയോ ചെറിയ അസ്വാരസ്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ 6000-ഓളം അല്ലെങ്കിൽ 10,000 താഴെ വരുന്ന ഒരു ജനസമൂഹം നമ്മുടെ ഈ ഇടവക കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് എല്ലാം മനോഹരമായി ഒരു മറിച്ച് ബുദ്ധിമുട്ട് അസ്വസ്ഥത ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ഇന്നലെ. നാളെയും മറ്റന്നാളും പിറ്റന്നാളും നമ്മുടെ ഓരോ കൂട്ടായ്മയിലും അത് നമ്മൾ ഓരോരുത്തരും നിലനിർത്തുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ സന്തോഷങ്ങളിൽ ഇന്ന് പലപ്പോഴും നമ്മൾ എടുക്കുന്ന ആ ഒരു മദ്യത്തിന്റെ അവസ്ഥ, അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പള്ളിയിലേക്ക് വരുമ്പോൾ ദയവ് ചെയ്ത് ആരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരാതെ, പ്രത്യേകിച്ച് നാളെയൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ആർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത്. അപ്പൊ അതൊക്കെ ഈ കാര്യം നമ്മൾ പള്ളിയിൽ നിന്ന് ഒഴിവാക്കി അതൊക്കെ പള്ളിയിലെ തിരുക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരികെ പോയി അച്ഛനെ കഴിച്ചോളാൻ പറഞ്ഞെന്നുള്ള രീതിയിൽ ആരും എടുക്കരുത്. മദ്യപാനം എപ്പോഴും ആപത്താണ്, പാപകരമാണ്. അതുകൊണ്ട് പക്ഷെ പള്ളി കർമ്മങ്ങളെ സംബന്ധിച്ചും നമ്മൾ ഇതുവരെയും നടത്തിപ്പോന്ന ആ ഒരു കൂട്ടായ്മയുടെ ചൈതന്യം നമ്മൾ നിലനിർത്തണം. അത് ഒരു അഭ്യർത്ഥനയാണ്. ഓരോരുത്തരും അത് കാര്യമായിട്ട് സ്വീകരിക്കണം. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.